ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജനുവരി 26-ന് വെള്ളൂരിൽ ഒരാളുടെ 18 വർഷം പഴക്കമുള്ളൊരു ബൈക്ക് കത്ത്. ആളെന്ന് പറയുന്നത് നിലവിൽ MLA ആയിരിക്കുന്ന ആളുടെ ഇടങ്കയും വലങ്കയും എല്ലാമായിട്ട് നടന്നിട്ടുള്ള ഒരാളാണ്. പരസ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കള്ളനാണ് എന്ന് പൊതുസ്വീകരണ കേന്ദ്രങ്ങൾ നാട്ടുകാരെ നോക്കി അലറി വിളിക്കുകയും സംഘർഷ അന്തരീക്ഷം ഏതെങ്കിലും നിലക്ക് ആളുകളിൽ നിന്ന് അടിവാങ്ങി കൂട്ടിയിട്ട് ഒരു തെരഞ്ഞെടുപ്പിനെ അലങ്കോലപ്പെടുത്തുക എന്നുള്ള നിലയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളോ, അത് വേറൊരു വിഷയമാണ്. ആ വിഷയം ഞങ്ങൾ ഉപേക്ഷിക്കുന്നില്ല. ഭാവിയിലും ആ കാര്യങ്ങളൊക്കെ പരിഗണിക്കേണ്ടി വരുന്ന ഒന്നാണ് എന്നുള്ളത് ഇവിടെ കാണാതിരിക്കാൻ വേണ്ടി പറ്റും. അയാളുടെ 18 വർഷം പഴക്കമുള്ളൊരു ബൈക്ക് അയാൾ നിർത്തിയിട്ടിരുന്നു. അത് ഉപയോഗിക്കാറൊന്നും ഇല്ല. ആ ബൈക്ക് ഒരു 50 മീറ്ററിലധികം അപ്പുറത്തേക്ക് രാത്രി ഉരുട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ചിട്ടാണ് അതിന് തീ കൊടുത്തത്. പരമാവധി CCTVയിൽ നിന്നും പെടാതിരിക്കുന്നതിനുള്ള ജാഗ്രതയോടുകൂടി, കാരണം അതിന് പറ്റുന്ന ചില ഗവൺമെൻറ് സർവീസിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്തിട്ടുള്ള നല്ല വിവരവും കാര്യപ്രാപ്തിയൊക്കെയുള്ള ആളുകളൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാകുന്നൊരു കാര്യമാണ്. ഞങ്ങൾക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത്. ആളെ പേരൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല. ഞങ്ങളാരും അറിയാത്തത് കൊണ്ടല്ല പറയാത്തത്, ഞങ്ങളാരും ആ പേരൊന്നും ഇപ്പോൾ പറയും. പക്ഷേ ആ വണ്ടി കത്തിച്ചു. വണ്ടി കത്തിച്ചതിനെ കുറിച്ച് അന്ന് തന്നെ LDF എന്ന നിലക്ക് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൺവീനറായിട്ടുള്ള സ്കൗട്ടി സന്തോഷ് ഉൾപ്പെടെയുള്ളവർ, LDFൻ്റെ നേതാക്കന്മാരെല്ലാം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ബൈക്ക് കത്തിച്ചവർ ആരായാലും അവരെ കണ്ടെത്തുന്നതിന് പോലീസ് നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ജനുവരി 26 കഴിഞ്ഞിട്ട് ഇത്രയും കാലമാണ് ഒരു നടപടിയും ഇതുവരെ ഉണ്ടായില്ല എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ജയിച്ചിട്ട് MLA ആയിട്ടുള്ള ആൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് ഈ പോലീസ് സ്റ്റേഷനിൽ, അദ്ദേഹം ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷൻ കണ്ടത് അങ്ങനെയാണ്. അദ്ദേഹത്തിന് ഇതൊന്നും വലിയ പരിചയമുള്ളൊരു സംഗതിയാണ്. ഇദ്ദേഹം ഇവിടെ വന്നു പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറി എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇതുപോലെ മാധ്യമപ്രവർത്തകരെ മുൻകൂട്ടി അറിയിച്ച് എല്ലായിടങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ വിളിച്ചു വരും. അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ്റെ പോലീസാണ്, ഈ ബൈക്ക് കത്തിച്ചവരെയൊന്നും കണ്ടുപിടിക്കാൻ പോലീസ് സന്നദ്ധമാവില്ല, അക്രമികൾക്ക് കൂട്ടുനിൽക്കുന്നതാണ് പോലീസിൻ്റെ നിലപാട് എന്നൊക്കെ ഉള്ള നിലയിൽ ഇവിടെ പ്രചരണം നടത്തി. കേരളം മുഴുവനും ആ പ്രചരണം നല്ല നിലയിൽ ചെയ്യണം. അതിനു മുമ്പ് ഇയാളുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കെട്ടാൻ വിടുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള വലിയ പ്രചാരവേദന. അവരൊന്നും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കണ്ടോ എന്നുള്ളത് അവരുടെ കാര്യമാണ്, ഞങ്ങൾക്ക് ബാധിക്കുന്നൊരു കാര്യമല്ല. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തിച്ചാൽ ഞങ്ങൾക്ക് എന്താ കുഴപ്പം? ഇവരെവിടെയാണ് കെട്ടുന്നതെന്നുള്ളത് ഞങ്ങൾക്കായിരിക്കും കാര്യം. പക്ഷേ പ്രചരണം നടത്തി ഞങ്ങളെന്തോ വലിയ തടസ്സം ഉണ്ടാക്കി എന്നുള്ളത്. ഈ സംഭവങ്ങളൊന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായിട്ടുള്ള അന്വേഷണമോ നടപടികളോ ഉണ്ടായി. അതിനിടയിലാണ് കഴിഞ്ഞ ഏപ്രിൽ 20 രാത്രി 10:49 VV കമലാക്ഷി എന്ന് പറയുന്ന വെള്ളൂർ രാമൻകുളത്തിനും ചേർന്ന് നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകയായിട്ടുള്ള ഒരാളുടെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു എന്നുള്ള നിലയിലുള്ള വാർത്തകളൊക്കെ പുറത്തു. രാത്രി 10:50 ബ്രേക്കിംഗ് ന്യൂസ് വന്നു. കേരളം മുഴുവനും വലിയൊരു ഇതായി. ചാനലിലെ ചർച്ചയിലൊക്കെ പല ആളുകളും പയ്യന്നൂരിലെ ഇടതുപക്ഷ ക്രൂരതയെക്കുറിച്ചിട്ടൊക്കെ വലിയ നിലയിലുള്ള പ്രചാരണങ്ങൾ സംഘടിപ്പിച്ചു. ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളൊരു കാര്യം. ഞങ്ങളതിലെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ കൃത്യമായി അതിൻ്റെ വീഡിയോ ക്ലിപ്പുകളടക്കം സംഘടിപ്പിച്ച് പോലീസിന് തന്നെ. ഏപ്രിൽ 20 കഴിഞ്ഞിട്ട് ഇപ്പം എത്ര മാസമായി എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചുള്ളൂ. ആരും ആയിക്കോട്ടെ, ആരാ സ്ഫോടക വസ്തു എറിഞ്ഞത് എന്നുള്ളത് കണ്ടുകൊള്ളു. വീട്ടിലേക്ക് എത്തിയില്ല, ഒരു ബോർഡിന് തട്ടിയിട്ട് അത് വീണ് പൊട്ടി എന്നൊക്കെയാണല്ലോ എറിയുന്നത് കാണുന്നുണ്ട്, അവർ പോകുന്നത് കാണുന്നുണ്ട്. അതിൻ്റെയൊക്കെ പിന്നെ വീഡിയോ ക്ലിപ്പൊക്കെ പോലീസിന് കിട്ടിയിട്ടുണ്ട്, ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് ഏത് കേസും അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുന്ന ശേഷിയുള്ളതാണ് കേരളത്തിലെ പോലീസ്. ആ പോലീസ് സംവിധാനം ഫലപ്രദമായി അത് അന്വേഷിച്ച് കണ്ടെത്തി എന്ന് പറയാൻ വേണ്ടി പറ്റും. ഈ 10:50 നടന്നിട്ടുള്ള ഈ കാര്യം ആദ്യമായി പുറംലോകം അറിയുന്നത് 1 മണിക്ക് ശേഷം, അന്നേ 15 ആക്കാണ്. ഇപ്പോൾ ജയിച്ചു വന്നിട്ടുള്ള ആൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളത് പുറത്തേക്ക്. അദ്ദേഹത്തിന് ഇവിടുന്ന് വിവരം കിട്ടി. അദ്ദേഹത്തിന് ആര് അതിൻ്റെ വീഡിയോ
അദ്ദേഹം എങ്ങനെയാണ് ഈ വിവരങ്ങൾ അറിഞ്ഞത്, ഇദ്ദേഹം മാത്രമായിട്ട് എങ്ങനെയാണ് ഇത് പുറത്ത് അറിയുന്നൊരു നിലയുണ്ട്. അദ്ദേഹത്തെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ധനരാജ് കൊല്ലപ്പെട്ട സംഭവം 24 മണിക്കൂർ കഴിഞ്ഞിട്ടും അറിയാത്ത ഒരാളാണ്. അദ്ദേഹം വീട്ടിൽ കടന്നുറങ്ങി. അദ്ദേഹത്തിന് ഇങ്ങനെ തന്നെ ഒരു കാര്യത്തിലും അദ്ദേഹം പിന്നീട് ഈ സമീപകാലത്ത് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ളത് വളരെ അത്ഭുതകരമായ റൂളിംഗ് ഞാൻ കേട്ടോ. എൻ്റെ പേരിലൊരു കേസും ഇല്ല, ഞാനെങ്ങനത്തെ പഠിക്കൊന്നും പോകുന്ന ഒരാളല്ല. പോലീസ് കേസ് വരുന്നത് ഏറ്റവും വലിയ പിന്നെന്തോ ബാക്കി എല്ലാവരും ക്രിമിനലുകളും ഗുണ്ടകളും ഒക്കെയാണ്. ഞാൻ വളരെ സാത്വികനാണെന്ന ഹോട്ടലാണല്ലോ. അപ്പോൾ അദ്ദേഹം പറയേണ്ട കാര്യമുണ്ട്, എവിടെ നിന്നാണ് ഈ വിവരം കിട്ടുക, എങ്ങനെയാണ് ഇത് അദ്ദേഹത്തിന് മാത്രം കിട്ടുക, ആരാണ് ഫീഡ് ചെയ്ത് കൊടുക്കുന്നത്, ആരാണ് ഈ നാടകം രൂപപ്പെടുത്തി ഇങ്ങനൊരു കാര്യത്തിലേക്ക് എത്തിക്കുന്നത്, തീർച്ചയായിട്ടും അറിയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പോലീസ് ഇത് കൃത്യമായിട്ട് അന്വേഷിക്കും. മൂന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് ഏപ്രിൽ 1-ാം തീയതിയാണ്. CPM-ൻ്റെ പ്രവർത്തകനും LDF-ൻ്റെ ബൂത്ത് കൺവീനറുമായിട്ടുള്ള കർഷക സംഘത്തിൻ്റെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള VK കൃഷ്ണൻ്റെ വീട്ടുമുറ്റത്ത്, അയാൾ നല്ല പച്ചക്കറി കൃഷിക്കാരനാണ്, വീട്ടിലെ പച്ചക്കറികളൊക്കെ അദ്ദേഹം കൃഷി ചെയ്യുന്ന ഒരാളാണ്. അവിടെ അത് വ്യാപകമായിട്ട് നശിപ്പിക്കുന്ന ഒരു നിലയിൽ ഞങ്ങളൊക്കെ പോയി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളന്നും പോലീസോട് പറഞ്ഞു ഇത് ആരാണ് ചെയ്തതെന്നുള്ളത് കണ്ടത്. ആ കേസിനെ ദുർബലപ്പെടുത്തുന്നതിന് ചില കൃത്രിമമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി പ്രചരിപ്പിച്ചു. അയാളുടെ ഏതോ ബന്ധു, അയാൾക്ക് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അയാൾ അവൻ്റെ ചെയ്തതാണ്. പക്ഷേ ഞങ്ങൾ വസ്തുതാപരമായിട്ട് അന്വേഷിച്ചപ്പോൾ അത് ബോധപൂർവമായിട്ട് തന്നെ ചിലർ ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. PK കൃഷ്ണൻ്റെ വീടിന് മുമ്പിൽ ഈ അക്രമം നടത്തി ആ കുടുംബത്തെ ഭീതിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്, കൃഷ്ണനെ നിർവീര്യമാക്കുക തെരഞ്ഞെടുപ്പ് രംഗം എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിച്ചത്. കാരണം നിലവിൽ ജയിച്ചു വന്നിട്ടുള്ള ആളുടെ വീട്ടിന് തൊട്ടുള്ള ആ ബൂത്ത് നിൽക്കുന്ന സ്ഥലത്താണ് VK കൃഷ്ണ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെതിരായിട്ട് അത്തരമൊരു കാര്യം നടന്നത് എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത്. ഇതോടൊപ്പം തന്നെ വലിയ നിലയിൽ ഫേക്ക് ഐഡികളിലൂടെ വ്യാപകമായിട്ടുള്ള മനുഷ്യത്വമില്ലാത്ത വേട്ടകളാണ് നടന്നത്. ആരെയും വേട്ടയാടുന്നത്, എന്തും പറയുന്നതും, ഇതൊക്കെ പയ്യന്നൂരിൽ ഇങ്ങനെ നടക്കുന്നു. പോലീസിന് മുമ്പിൽ നിരവധിയായിട്ടുള്ള കേസുകൾ പരാതികളായിട്ട് പോകും, പക്ഷേ കാര്യമായിട്ട് നടപടികളൊന്നും ഉണ്ടാകും. ഇരകളാക്കപ്പെട്ടവർ ഇഷ്ടം പോലെയുണ്ട്, അവരുടെയൊക്കെ പ്രതികരണങ്ങൾ ഭാവിയിൽ ഉണ്ടാകുമെന്നുള്ളതും സംശയമില്ലാത്തൊരു കാര്യം. അതുകൊണ്ട് പോലീസ് ഫലപ്രദമായിട്ട് ഇടപെടും. ഞങ്ങൾ 10 കൊല്ലം ഭരണകക്ഷിയായിട്ടുണ്ടായിട്ടുള്ള ഒരു മുന്നണി, ഞങ്ങൾ ഈ പോലീസ് സ്റ്റേഷനിൽ ഒരനാവശ്യ കാര്യത്തിനും ഇതുവരെ ഇടവാം, തെറ്റായിട്ടുള്ള ഒരു കാര്യത്തിലും ഇടവന്നിട്ട് ഇരിക്കാറില്ല. ഇനിയിപ്പോൾ പല ആളുകൾക്ക് സീറ്റൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാവും. അയക്കാമെന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ എല്ലാവരും സ്ഥിരമായിട്ട് തന്നെ വന്ന് ഓരോ ദിവസവും ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ അന്വേഷിച്ച് പോകുന്ന ഭരണകക്ഷി നേതൃത്വങ്ങളൊക്കെ ഭയങ്കര കാണാനുണ്ട്. ഏതായാലും ഞങ്ങൾക്ക് ആ പണി ഉണ്ടായിരുന്നില്ല, അന്നുമില്ല ഇന്നുമില്ല. പക്ഷേ ഇപ്പോൾ രീതിയും ജനാധിപത്യപരമായ രീതിയിൽ കാര്യങ്ങൾ ഇവിടെ നടപ്പിലാവണം എന്നുള്ള നിർബന്ധം ഞങ്ങൾക്കുണ്ട്. പയ്യന്നൂർ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും ശക്തിയുള്ള കേന്ദ്രമാണ്. തെരഞ്ഞെടുപ്പ് തൊട്ടതൊന്നും ഞങ്ങളുടെ ആരോഗ്യത്തിന് ഒരു വലിയ ക്ഷീണമൊന്നും സംഭവിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം, നാടിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഗുണപരമായ നിലയിലുള്ള നാടിൽ സമാധാനം സംരക്ഷിക്കുന്നതിന് ഗുണകരമാവുന്ന രീതിയിലുള്ള പോലീസിൻ്റെ നടപടി ഉണ്ടാവുന്നില്ലെങ്കിൽ കൂടുതൽ ശക്തമായിട്ടുള്ള പ്രതികരണത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പോകേണ്ടി വരും. ആ നിലയിലാണ് വളരെ അന്തസ്സോടുകൂടി ജനാധിപത്യപരമായി ഇന്ന് പോലീസ് അധികാരികളെ ഈ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുള്ളത്. അത് ഗൗരവത്തിൽ തന്നെ പോലീസ് എടുക്കുമെന്നുള്ളതാണ് DYSP ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള വാക്ക്. ഞങ്ങളത് മുഖവിലക്കെടുക്കുക, വേഗത്തിൽ തന്നെ ശരിയായിട്ടുള്ള അന്വേഷണം നടത്തി ആവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് പോകുമെന്നിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അത് മുഖവിലക്കെടുത്തുകൊണ്ട് ഇവിടെ സമാധാനം പുലരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും.